അനദർ എപ്പിസോഡ് ഓഫ് ദ കപ്പിൾ ഹു റീഡ്സ്. യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മാസത്തെ ഫസ്റ്റ് റീഡിനെ കുറിച്ച് സംസാരിക്കാൻ പോകും. അതെ, ഈ മന്ത് ഏകദേശം കഴിയാറായി. പക്ഷേ അഗെയിൻ വി ഹാവ് മെയ്ഡ് ഇറ്റ്. നമ്മുടെ രണ്ടാമത്തെ റീഡും ഉടനെ വരുന്നുണ്ട് 30th അല്ലേ? 31st നമ്മുടെ രണ്ടാമത്തെ റീഡ് വരുന്നുണ്ട്. നാളെ 30th ആയി കഴിഞ്ഞല്ലേ? അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച ആദ്യത്തെ ഈ മാസത്തെ ഫസ്റ്റ് റീഡാണ്. ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹൗ വി ഫൗണ്ട് ദിസ് ബുക്ക്. ആ ബുക്ക് ഏതാണെന്ന് നോക്കണ്ടേ? എല്ലാവർക്കും അറിയായിരിക്കും. ചക്കൽ മേരി സ്പിൻ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ ഈ ബുക്ക് ഞാൻ ആദ്യം അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു എഴുത്തുകാരനാകാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ ലിങ്ക്ഡിനിൽ കൈർണിസ മാമിന് മെസ്സേജ് അയക്കുകയുണ്ടായി. അതിന് റീസൺ ഈ ബുക്കാണ്. കാരണം ഈ ബുക്ക് ഇറങ്ങിയ സമയത്ത് തന്നെയായിരുന്നു ഞാൻ മാമിന് മെസ്സേജ് അയച്ചത്. ഈ ബുക്കിനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടാണ് മാമിന് മെസ്സേജ് അയച്ചത്. എന്നിട്ട് ഞാൻ എഴുത്തിനെക്കുറിച്ചുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഗൈഡൻസ് ഒക്കെ ഞാൻ മാമിനോട് ചോദിച്ചു. ഞാൻ അഗെയിൻ അതിൻ്റെ ഒരു തുടക്കമായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ അതിനുശേഷം സംഭവിച്ചു. അപ്പോൾ ദാറ്റ് ഈസ് ഹൗ ഐ കെയിം ടു നോ അബൌട്ട് ദിസ് ബുക്ക്. ആൻഡ് അഗെയിൻ ദീപ്തി ആണെങ്കിലും റീസെൻ്റ്ലി ഞാൻ അശ്വിൻ്റെ അതെ എൻ്റെ നിന്നാണ് അറിഞ്ഞത്. അപ്പോൾ ചക്കൽ മേരി സ്പിൻ ഞങ്ങൾ അങ്ങനെയാണ് അറിയുന്നത്. ആൻഡ് സെക്കൻഡ് സെഗ്മെൻറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്കാണ്. ഈ ബുക്കിൻ്റെ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ചക്കൽ മേരി സ്പിൻ അസ് ഇൻ ദ US എന്നുള്ളതാണ്. ഇതുപോലെ കുറേ ഈ വേർഡ് പ്ലേ ആണ് മാമിൻ്റെ ഒരു എല്ലാ വേർഡ്സ് വെച്ചിട്ട് മാം ഒരു നല്ല രസമായിട്ടത് ചെയ്തിട്ടുണ്ടത്. ഇനി പറയാം നമുക്കത്. എഴുതിയത് ഖൈറുനിസ എ, ഓഥർ. പിന്നെ പബ്ലിഷ്ഡ് ഡേറ്റ് എന്ന് പറയുന്നത് 12th September 2022 ആണ്. ഇതിൻ്റെ ജോണർ എന്ന് പറയുന്നത് ഇതൊരു നോൺ ഫിക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാവലോഗാണ്. പക്ഷെ ട്രാവലോഗ് വായിക്കുന്നത് പോലെ ഒരു ഫിക്ഷൻ അല്ലാത്ത കുറച്ചൊരു സീരിയസ് വർക്ക് വായിക്കുന്ന പോലെയൊന്നും അല്ല. ഭയങ്കര ഹ്യൂമറസ് ആയിട്ടൊരു ഫണ്ണി കഥ വായിക്കുന്ന പോലെ അങ്ങ് വായിച്ചു പോകുന്നൊരു ബുക്കാണ്. അപ്പോൾ അത്രയാണ് ഈ ബുക്കിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഹൗ ഇറ്റ് മെയ്ഡ് എസ് ഫീൽ എന്നുള്ള സെഗ്മെന്റ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം ഞാൻ തുടങ്ങാം. കുറേ പോയിന്റ്സ് ഉണ്ട്, ഇടയ്ക്ക് ഞാൻ ഫോൺ നോക്കും. സോ ഈ ബുക്ക് ദീപ്തി പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാം. അതായത് ശരിക്കും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഹൈലി റിലേറ്റബിൾ ആണ് ഇതിലെ ഓരോ സന്ദർഭങ്ങളും. കാരണം ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് മാം അതിനെ എഴുതിയേക്കുന്നത്. ആൻഡ് അഗെയിൻ റീഡിങ് ദിസ്, എനിക്കൊന്ന് ദീപ്തി പറയാൻ ആഗ്രഹിച്ചൊക്കെ അതിൻ്റെ അത് മിക്കാൻ കവർ ചെയ്യായിരിക്കും. റീഡിങ് ദിസ് ശരിക്കും US പോയിട്ട് വന്നു. ആൻഡ് ദാറ്റ് ഈസ് ഹൗ മച്ച് പവർഫുൾ ഹെർ റൈറ്റിംഗ് ഈസ്. ആൻഡ് ഓൾവേസ് ഒരു പ്രൈസ് വിന്നിങ് ഓത്തറാണ്. എന്നാൽ പോലും ദിസ് ഈസ് സോ പേഴ്സണൽ ഇറ്റ് ഫീൽസ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സാറിനെയും മാമിനെയും പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ഇറ്റ് ഫെൽ സോ പേഴ്സണൽ ദാറ്റ് മാമിനോടൊപ്പം സാറിനൊപ്പം ഞങ്ങൾ യാത്ര ചെയ്ത പോലെ ഉണ്ടായിരുന്നു. തിരിച്ച് എൻ്റെ ക്ലൈമാക്സ് പറയാൻ പോവായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഐ ഫെൽറ്റ് ലൈക്ക് ഓടിപ്പോയി മാമിനെ സാറിനെ കാണാൻ തോന്നി. ഇതായിരുന്നു എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു ഫീലിംഗ്. റൈറ്റ് വെൻ ഐ ഫിനിഷ് റീഡിങ് ചക്കൽ മേരി സ്പിൻ, മാമിനെ സാറിനെ കാണാനിട്ട് വരില്ല എന്നുള്ള രീതിയിൽ ഐ ഫെൽറ്റ് ദാറ്റ് മച്ച് പേഴ്സണൽ ടു ദിസ് വർക്ക്. ആൻഡ് അഗെയിൻ ഇനി ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് പറയാം ഞാൻ. ഇതിൽ എനിക്ക് തമാശയായിട്ട് ഏറ്റവും തോന്നിയത് അത് സാറിനായിരിക്കും ചിലപ്പോൾ കൂടുതൽ മനസ്സിലാവുന്നത്. സാറ് മരങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് കാരണം മരങ്ങളുടെ കുറേ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ആൻഡ് ഹീസ് വെരി ഫോണ്ട് ഓഫ് ട്രീസ്. And in fact, at certain circumstances in this story, he used trees for another purpose. That made me laugh throughout the rest of the read, and it was so funny. കാരണം ഞാനത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് അതോർത്ത് ചിരി വരും. എന്തെങ്കിലും മാം ഒരു തമാശ ആയിരിക്കും അടുത്ത് പറയുന്നത്, എന്നാലും എനിക്ക് അതോർത്ത് ചിരി വരും. അങ്ങനെ സാറിനെ ശരിക്കും ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട് മാം. അത് സോ ബ്യൂട്ടിഫുൾ. ഈവൻ ഒത്തിരി നിങ്ങളുടെ റൊമാൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും അതിൻ്റെ അകത്ത് നിങ്ങളുടെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. ആൻഡ് അഗെയിൻ ഫോർ പീപ്പിൾ ലൈക്ക് അസ്, ട്രാവൽ ചെയ്തിട്ടുള്ളവരും ഇല്ലാത്തവരൊക്കെ ആണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ ട്രാവലും ഞങ്ങൾ ഓർത്തു ഈ ഒരു ഒറ്റ നോവലുണ്ട്. ആൻഡ് അഗെയിൻ അതിനും അഗെയിൻ താങ്ക്ഫുൾ ടു യു മാം. ആൻഡ് ഇത് എനിക്കൊന്ന് നമ്മളോടൊപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോഴ്സിലുള്ളവരങ്ങനെ പലരും ദേ ഹാവ് സ്റ്റാർട്ടഡ് റീഡിങ് ദിസ്. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ഓൾ എൻജോയ്ഡ് ദിസ് ഓൾറെഡി. ശരിക്കും എനിക്കിതിൻ്റെ അകത്ത് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ യാത്ര നമ്മൾ ചെയ്തെങ്കിലും എനിക്കിങ്ങനെ എഴുതാനൊക്കെ തോന്നി. നമ്മുടെ യാത്രകളെക്കുറിച്ച് എഴുതിയാലോ എന്നെനിക്ക് ഫീൽ ചെയ്തു ഇത് വായിച്ചിട്ട്. പിന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ എന്താ രസം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറലി ഹാപ്പനിങ് ആയിട്ടുള്ള തമാശകളാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സ്ഥലത്തൊക്കെ എനിക്ക് തോന്നിപ്പോയി സാറിന് എന്താണ് അടുത്തത് ഒപ്പിക്കാൻ പോയേക്കുന്നതെന്നുള്ള. കാരണം there are few parts where ഇവർ ഇടയ്ക്ക് വേറെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴൊക്കെ ഇനി അടുത്തത് എന്താണ് ഒപ്പിക്കാൻ പോകുന്നത് എന്നുള്ള ഫീൽ എനിക്ക് തോന്നി. ആൻഡ് ദാറ്റ് വാസ് അഗെയിൻ ഇറ്റ്സ് ഹൗ മാമിൻ്റെ പെർസ്പെക്റ്റീവിലായതുകൊണ്ട് തന്നെ നമ്മൾ ആ മാമിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ജീവിച്ചത് മൊത്തം. എനിക്ക് തോന്നുന്നു ചക്കിൾ മെറി സ്പിൻ സാറിൻ്റെ ഒരു വേർഷനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഒരു രസമായിരുന്നു, എസ്പെഷ്യലി ഫോർ ദ റീഡേഴ്സ് ഹു became fan reading this. അപ്പോൾ എന്തായാലും these are the things that I have listed, and again over to you. You need the list. എനിക്ക് ഓക്കെ. അപ്പം ഇത് പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്ക് ട്രാവൽ ചെയ്ത പോലെ തന്നെ ഒരു ഫീൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരു ട്രാവലോഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്യുമോ, പ്ലേസിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല, പക്ഷെ പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്ത സ്ഥലത്തിന് ചാപ്റ്റേഴ്സിന്റെ പേരും പ്ലേസസിന്റെ പേര് തന്നെയാണ്. പക്ഷെ അതല്ല അതിനകത്തെ ശരിക്കുള്ള നമ്മളെ ടച്ച് ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് അവരെന്തെന്നാണ് അവിടെ ചെയ്തത്, അവർക്ക് എന്താണ് അവിടെ ഫീൽ ചെയ്തത്, അവർക്ക് പറ്റിയ അബദ്ധങ്ങളും. ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും അതെല്ലാം നമുക്കൊരു ഒരു ശരിക്കും പറഞ്ഞ ഒരു ജേർണി തന്നെയാണത്. അതല്ലാതെ ജസ്റ്റ് ഒരു പ്ലേസസിനെ ഡിസ്ക്രൈബ് ചെയ്ത് പോലെ ഒരു അത്രയും രസമില്ലാത്തൊരു ഇതൊന്നുമല്ല. ഒരു നോൺ ഫിക്ഷൻ, അത് എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ നോൺ ഫിക്ഷൻ വായിക്കാനേ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ നോൺ ഫിക്ഷൻ കണ്ടാൽ അങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുന്ന. പക്ഷേ നോൺ ഫിക്ഷൻ വായിക്കാത്ത ആർക്കെങ്കിലും നോൺ ഫിക്ഷൻ വായിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അഗെയിൻ അത് പറഞ്ഞപ്പോഴാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഒത്തിരി പോയിന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക്, പക്ഷേ ദാറ്റ് അഗെയിൻ വാസ് ജസ്റ്റിഫൈഡ്. അവരുടെ ആ സമയത്ത് സിറ്റുവേഷൻസും കാര്യങ്ങളും ഒരു അലർജി കണ്ടീഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് സാറിന്. സാറിൻ്റെ ചോക്ലേറ്റ് ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഒന്നും പറഞ്ഞാൽ പിന്നെ ഇതിന്റെ രസം പോകും. അതുകൊണ്ട് യെസ്, അതൊക്കെ നിങ്ങൾ തന്നെ വായിച്ച് അതിൻ്റെ രസം അനുഭവിച്ചോളൂ. അപ്പോൾ എൻ്റെ പോയിന്റ്സ് ഞാൻ നോക്കി പറയാം. പിന്നെ കൈനിസ മാമിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ഹ്യൂമർ തന്നെയാണ്. ഈ ബുക്ക് ത്രൂ ഔട്ട് പുള്ളിക്കാരുടെ ഹ്യൂമറാണ്. എന്ന് വെച്ചാൽ സാധാരണ കാര്യങ്ങളിൽ, എവ്രിഡേ ലൈഫിലുള്ള കാര്യങ്ങളിലെല്ലാം പുള്ളിക്കാരി എന്തെങ്കിലും ഹ്യൂമറസ് ആയിട്ട് കണ്ടെത്തും. നമുക്ക് ചിലപ്പോൾ അത് ഭയങ്കര, നമ്മൾ അത് ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നൊരു കാര്യമായിരിക്കും. പക്ഷെ അത് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പാരൻസുമായിട്ടൊരു യാത്ര പോയിരുന്നു ഒരു ഫോറിൻ കൺട്രിയിലോട്ട്. അപ്പം അത് ഞങ്ങളെ ഒരുപാട് റിമൈൻഡ് ചെയ്തു. ഇവരും ഈ അച്ഛനും അമ്മയും മകനും മരുമകളും കൂടെയുള്ള യാത്രയാണ്, മേജർ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഞങ്ങളുടെ ട്രിപ്പ് ഓർമ്മ വന്നു. ഞങ്ങൾ ഈ ഫുള്ളായിട്ട് അവിടെ ഞങ്ങൾ മാപ്പെല്ലാം നോക്കി വോണ്ടർ ചെയ്ത് ഞങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെയൊക്കെയായിരുന്നു, ഒരു ഗൈഡും ഇല്ലാതെ ആരും ഇല്ലാതെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി റിമൈൻഡഡ് ആയി. അതിൻ്റെ കൂടെ ഒരു കാര്യം, അതായത് ഇതിൽ ശരിക്കും ഒരു ഗൈഡ് ബുക്ക് കൂടെ വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഫോളോ ചെയ്ത് പോകാൻ രസമായിരിക്കും. അപ്പോൾ ഞാൻ US വാസ് മൈ മേ ബി ദ ലാസ്റ്റ് ഓപ്ഷൻ ഐസേ. കാരണം ദർ ആർ ലോട്ട് ഓഫ് അതർ കൺട്രീസ് വി ആർ യെറ്റ് ടു എക്സ്പ്ലോർ. പക്ഷേ US നേരെ ലിസ്റ്റിൽ മേലോട്ട് കയറിയിട്ടുണ്ട് ഇത് വായിച്ചതിന് ശേഷം. അപ്പം മാം പോയ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ എന്തായാലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വായിക്കുമ്പോൾ അവിടെ നമ്മൾ എത്തി. ആൻഡ് അഗെയിൻ നൗ അത് കണ്ണുകൊണ്ടുകൂടെ ഒന്ന് കാണണം എന്നൊരാഗ്രഹം. മാം എക്സ്പീരിയൻസ് ചെയ്ത് എന്താണെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ തോന്നും. ആൻഡ് ഐ തിങ്ക് ഇത് അഗെയിൻ വെസ്റ്റ്ലാൻഡ് മാത്രം പ്രൊമോട്ട് ചെയ്താൽ പോരാ, US പ്രൊമോട്ട് ചെയ്യണം. അത്രയും വെൽ ഡൺ. ആൻഡ് അഗെയിൻ യുവർ പോയിന്റ്. അപ്പം ഞാൻ ഡീറ്റെയിൽസ് ബുക്കിൽ പറയാൻ മറന്ന ഒരു കാര്യമാണ്, ഇത് പബ്ലിഷ് ചെയ്തേക്കുന്ന വെസ്റ്റ്ലാൻഡ് പബ്ലിഷേഴ്സ്. ഇപ്പോൾ പറഞ്ഞപ്പോഴെങ്ങനെ ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാമിൻ്റെ വേർഡ് പ്ലേ ആണ് ഇതിൽ കുറേ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ടൈറ്റിൽ തന്നെ ചക്കിൾ മെറി സ്പിൻ, അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു അമേരിക്കൻ ക്ലാസിക് ആയിട്ടുള്ള ഹക്കിൾ ബെറി സ്പിൻ പോലെ തോന്നും. അതുപോലത്തെ കുറേ ഉണ്ട്. പിന്നെ ഹ്യൂമർ ജോണർ ആയതുകൊണ്ട് പക്ഷെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ പിന്നെ ഈ ബുക്ക് വായിക്കുന്നതിന് പോയിന്റ് ഇല്ലാതെ. എസ്പെഷ്യലി അവർ ക്ലോസസ്റ്റ് സർക്കിൾ ഹു വാച്ചസ് ദിസ് വീഡിയോ ഓൾറെഡി ഓൺ ദിസ് ബുക്ക്. അപ്പോൾ അവരൊക്കെ വായിച്ച് തുടങ്ങിയിരിക്കുക. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ ബാക്കി ബുക്സ് പറയുന്ന പോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാൻ പറ്റില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പോകുന്നതാണ്. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് കോട്ട്സ് ദാറ്റ് ടച്ച്ഡ് us ആൻഡ് വൈ എന്നുള്ളതാണ്.
എന്തെങ്കിലും കോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ? എനിക്ക് കോട്ടെടുക്കാനുള്ള സാവകാശം കിട്ടിയില്ല. പക്ഷെ സന്ദർഭങ്ങൾ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എണ്ണി പറയും. ആൻഡ് അഗെയിൻ ഐ എം വെയിറ്റിംഗ് ടു സീ മാം സർ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞ് ചിരിക്കാൻ ഉള്ളതാവും എന്തായാലും ഒരുപാട്. ഐ ഡോണ്ട് തിങ്ക് എ ഡേ ഈസ് ഇനഫ് ടു ഡിസ്കസ് ദിസ് ബുക്ക് വിത്ത് ദം. ആൻഡ് അഗെയിൻ ഹോപ്പ്ഫുള്ളി വെനെവർ ദേ ഫൈൻഡ് ടൈം വി മൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കോട്ട് എടുത്ത് വെച്ചത്, പക്ഷെ ഒരു സീരിയസ് ആയിട്ടുള്ള കോട്ട്. ഇതിൻ്റെ ഞാൻ ഹ്യൂമറസ് ആയിട്ടുള്ള ഒന്നും പറയുന്നില്ല, കാരണം അത് പറയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് കൂടെ പറയേണ്ടി വരും. കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ പക്ഷേ അതിൻ്റെ രസം പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ അല്ല, ഞാനൊരു സീരിയസ് ആയിട്ടുള്ള കോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് വായിക്കാം. ദ ഡിസയർ ഫോർ ഫ്രീഡം പ്രൊപ്പൽ പീപ്പിൾ ടു ഡു എക്സ്ട്രോഡിനറി തിങ്സ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളല്ലാത്ത അൺലൈക്കസ് എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് യൂഷ്വലി നമ്മുടെ ഫ്രീഡത്തിന് നമ്മൾ ഡിനൈ ചെയ്യപ്പെടുമ്പോഴാണ്. ഞാനൊക്കെ സ്കൂളിൽ അറിയപ്പെട്ടിരുന്ന പാവം കൊച്ചൊന്നും മിണ്ടാത്ത കൊച്ചെന്നൊക്കെയാണ്. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പക്ഷേ എൻ്റെ ഫ്രീഡം എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഫ്രീഡത്തിന് ആരെങ്കിലും ബാരിയറായിട്ട് നിൽക്കുന്നു എന്നൊക്കെ തോന്നുമ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ കോട്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. ദ ഡിസയർ ഫോർ ഫ്രീഡം പ്രൊപ്പൽ പീപ്പിൾ ടു ഡു എക്സ്ട്രോഡിനറി തിങ്സ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാമിൻ്റെ ലാംഗ്വേജിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അമർ ഡിഡ് ഹിസ് യൂഷ്വൽ പിയറിംഗ് ഇൻ ടു ദ ഫോൺ ടു ഗെറ്റ് ടച്ചിങ് റിസൾട്ട്സ്. ടച്ച് സ്ക്രീനിൽ കൂടി ടച്ചിങ് റിസൾട്ട്സ് കിട്ടാനായിട്ട്. അതുപോലത്തെ സെൻറ്റൻസസ് ഒത്തിരി ഉണ്ട്, ഭയങ്കര രസമാണ് വായിക്കാനായിട്ട്. എന്തെങ്കിലും അവരെയും കാണണമെന്ന് തോന്നിയില്ലേ മാമിൻ്റെ മോനെയും? അതുപോലെ അതെ, ശരിക്കും അവർ രണ്ടുപേരെയും കാണണമെന്ന് തോന്നി. അതിൻ്റെ റീസൺ അഗെയിൻ മാമിൻ്റെ ഡോട്ടർ-ഇൻ-ലോയുടെ ഗ്രാജുവേഷന് വേണ്ടിയാണ് അവർ പോകുന്നത്, സെറമണിക്ക് വേണ്ടിയാണ് പോകുന്നത്. ശരിക്കും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ ആ സെറമണി. അപ്പോൾ അത് എഗെയിൻ അവരെ കണ്ടിട്ട് പോലും ഇല്ല. സോ എനിക്ക് തോന്നുന്നു മാമിനെ അറിയണം എന്നില്ല, അല്ലെങ്കിൽ സാറിന് അറിയണമെന്നില്ല ഇത് വർക്ക് ചെയ്യാൻ. കാരണം ഫോർ അസ് ബോത്ത് ഓഫ് ദാറ്റ് ക്യാരക്ടേഴ്സ് ദാറ്റ് വി ഹാവൻറ്റ് ഈവൻ സീൻ, അവരെ മീറ്റ് ചെയ്യണമെന്ന് തോന്നും. അവരെ നമുക്ക് അറിയാവുന്നത് പോലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ മാമിനെ ആ സാറിനെയാണ് അവർ യാത്ര കൊണ്ടുപോയെങ്കിൽ റീഡിങ് ദിസ് യു ഫീൽ ലൈക്ക് യുനോ ദേ ആർ ആക്ച്വലി ടേക്കിംഗ് യു എല്ലാം വിത്ത് ദം ടു പ്ലേസസ് എന്നുള്ള രീതിയിൽ. നീ ഒരു പോയിന്റ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മറ്റേ പട്ട് ഫിംഗേഴ്സ് ബുക്ക് വെച്ചിരിക്കുന്ന കുട്ടിയുടെ കാര്യം. യെസ് അത് പറയാം ആ സന്ദർഭം പറഞ്ഞു. ഞാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എനിക്കൊന്ന് നന്ദിക എന്നാണ് തോന്നുന്നത് പേര്. ഓക്കെ, അപ്പോൾ ഒരു മോളുടെ ഒരു മാമിൻ്റെ സ്റ്റുഡൻറ്റ് വീട്ടിൽ പോകുന്നുണ്ട്. ആ സ്റ്റുഡൻറ്റിൻ്റെ മോള് ആക്ച്വലി കുറച്ച് മാമിൻ്റെ ബുക്സ് ബട്ടർ ഫിംഗേഴ്സ് വായിച്ചിട്ട് ഭയങ്കര ഫാനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ റൈറ്റ് വെൻ ദേ കെയിം, അപ്പോൾ എനിക്കൊന്ന് ലേറ്റായെന്ന് തോന്നുന്നു. അപ്പോൾ മോള് കിടന്നിരുന്നു, പക്ഷേ ആ ബുക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അവിടെ ഒരു നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര റിലേറ്റബിളായിട്ട് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഐ നോ ദാറ്റ് ഐ ക്യാൻ ഗെസ് അറ്റ്ലീസ്റ്റ് മാമിന് അത് എത്ര സന്തോഷമായിട്ടുണ്ടാവും എന്നുള്ളത്. അതിനോടൊപ്പം ദീപ്തിക്ക് അങ്ങനൊരു ശീലമുണ്ട്, ഡു നോട്ട് ടച്ച്, ഇറ്റ് ബിലോങ്സ് ടു മീ എന്നുള്ള രീതിയിൽ ആ കൊച്ചു എഴുതി വെച്ചിരുന്നു. ആൻഡ് അഗെയിൻ ബുക്സിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഐ തിങ്ക് യുനോ ദാറ്റ് മൈറ്റ് ബി ദ ബെസ്റ്റ് ഡേ ഓഫ് കൈനിസ മാംസ് ലൈഫ് ആസ് എ റൈറ്റർ. ആൻഡ് അഗെയിൻ അത് ഞങ്ങൾക്കും ആ ഒരു മൊമെൻ്റ് അത്യാവശ്യം ഫീൽ ചെയ്യാൻ പറ്റി. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ റെസംബ്ലൻസ് അടിച്ചത് ഈ കുട്ടീനെയാണ്. ഇപ്പോഴും ഉണ്ട്, ബുക്കിൻ്റെ മണ്ടയിലെല്ലാം അടുക്കി വെച്ചേക്കുന്ന ബുക്കിൻ്റെ മണ്ടയിലൊക്കെ എഴുതി വെക്കും. ആകപ്പാടില്ലാത്ത ഇവിടെയാണ്, ഇവിടെ വെച്ചാൽ വൃത്തിയേടാകും എന്നുള്ളതുകൊണ്ട്. ഇനി നമ്മുടെ അടുത്ത സെഗ്മെന്റ്, where to get this book, pricing and offers. Yes, so you will get it on Amazon and you will get it in many stores as well. കൈനിസ മാമിൻ്റെ ചക്കിൾ മെറി സ്പിൻ ചോദിക്കുക, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അഗെയിൻ ടങ്കിൻചിക്ക് ഭയങ്കര റിനൗണ്ട് ആയിട്ട് ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഇത് എൻ്റെ ഒരു ആസ്പെക്റ്റിൽ ദിസ് മൈറ്റ് എക്സീഡ് ഓൾ അതർ ബുക്സ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. എനിക്കും തോന്നുന്നു. കാരണം മേ ബി ഞങ്ങൾക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടാകാം, ചിലർക്ക് വേറെ ആയിരിക്കും ഇഷ്ടം. പക്ഷേ കൈനിസ എന്നുള്ളൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചക്കിൾ മെറി സ്പിൻ ഇസ് എ മസ്റ്റ് റീഡ്. പ്രൈസിങ് കൂടെ പറഞ്ഞേക്കാം. ആമസോണിലുള്ള പ്രൈസിങ് MRP 399 ആണ്. 24% ഓഫിൽ അവൈലബിൾ ആണ് ആമസോണിൽ. അപ്പോൾ 302 അവൈലബിൾ ആണ്. ട്രിവാൻഡ്രത്ത് നിന്നാണ് കാണണമെങ്കിൽ മോഡേൺ ബുക്സിലുണ്ട്. മാമിൻ്റെ എല്ലാ കളക്ഷൻസും ഉണ്ട് മോഡേൺ ബുക്സ് ഹൗസിൽ, അല്ലേ? മോഡേൺ ബുക്സ് ഹൗസ്. അപ്പോൾ മേക്ക് ഷുവർ അവിടെയും പോയി വിസിറ്റ് ചെയ്യുക. എല്ലാം മാമിൻ്റെ എല്ലാ കളക്ഷൻസും ഉണ്ട്. മാം ഏകദേശം
19 ബുക്സ് എങ്ങാണ്ട് എഴുതിയിട്ടുണ്ട് അല്ലേ, 19 ബുക്സ് എഴുതിയിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 17 ഐ ഹാവ് വെൻ ത്രൂ, നോക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാമിൻ്റെ ബുക്കായിട്ട് ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് ടങ്കൻ ചീക്ക് ഉണ്ട്, ബട്ടർ ഫിംഗേഴ്സ് ഉണ്ട്, ഇപ്പോൾ കൊതിയായി അടുത്തത് ഓരോന്ന് വായിക്കാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് സെഗ്മെന്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. സോ ഈ മാസത്തെ ആദ്യത്തെ റീഡ് കൈർനിസ മാമിൻ്റെ ചക്കൽ മേരി സ്പെയിൻ. സോ ഗിവ് ഇറ്റ് എ ട്രൈ ആൻഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ റീച്ച് ഔട്ട് ടു അസ് ആസ് വെൽ. ആൻഡ് അഗെയിൻ ഇത് ഞങ്ങൾക്ക് ഓദർ സൈൻഡ് കോപ്പി ആണല്ലോ. ഇത് കണ്ടോ, ഡിയർ അശ്വിൻ ആൻഡ് ദീപ്തി, ഹാപ്പി ചക്ലിംഗ് വിത്ത് ലവ് കൈർനിസ എന്ന് 12 ജൂലൈ 2025 ഡേറ്റ്. ഈ കോപ്പി ഞങ്ങൾക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. യെസ്, പ്രഷ്യസ് ആണ്. അത് ഇത്തിരി ഞാൻ വളർത്തെന്നും പറഞ്ഞ് എന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് വളഞ്ഞു പോയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ. അപ്പോൾ അഗെയിൻ ഹാപ്പി ചക്ലിംഗ് ടു യു ഗൈസ് ഓൾസോ. താങ്ക് യു ഫോർ വാച്ചിങ് ദ കപ്പിൾ ഹു റീഡ്സ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം.